നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഓൺ ഡിലേ ടൈമർ ഇല്ലാതെ എങ്ങനെ സ്റ്റാർ ഡെൽറ്റ കൺട്രോൾ വയറിംഗ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ സെമി ഓട്ടോമാറ്റിക് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഓൺ ഡിലേ ടൈമർ ഇല്ലാതെ എങ്ങനെ ഇത് 3 കോൺടാക്ടർ മാത്രമായി നമുക്ക് വയറിംഗ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക് റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഈ കാണുന്നത് കൺട്രോൾ ഡയഗ്രമാണ്. ഈ കൺട്രോൾ ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ വയറിംഗ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പവർ ഡയഗ്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ഈ കാണുന്നതാണ് സ്റ്റാർ ഡെൽറ്റ കൺട്രോൾ വയറിംഗ്. ഓൺ ഡിലേ ടൈമർ ഇല്ലാതെയാണ് ഞാൻ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പവർ സർക്യൂട്ടിന് വേണ്ടിയിട്ട് 4 പോൾ MCB ഉപയോഗിക്കാറുണ്ട്. ഇതിലേക്കുള്ള കണക്ഷനാണ്, പവർ കണക്ഷനാണ് ആദ്യം ഞാൻ വിവരിക്കുന്നത്. അതായത് മോട്ടറിലേക്കുള്ള കണക്ഷൻ വരെ. ഇതാണ് മോട്ടറിൻ്റെ U1, V1, W1, W2, U2, V2 സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ പവർ ഡയഗ്രാം ആണ് ഫസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനുശേഷം ഇതിൻ്റെ കൺട്രോൾ വയറിങ്ങും ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ വാച്ച് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് എങ്ങനെയാണെന്ന് മനസ്സിലാകുകയുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി RYB ഇൻപുട്ട് എല്ലാവർക്കും അറിയാം. RYB ഇൻപുട്ട്, ന്യൂട്രൽ എന്നിങ്ങനെ യഥാക്രമം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ഇവിടെ നിന്നും റെഡ് ഫേസ് ഈ 2 കോൺടാക്ടറിലേക്ക് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 2 കോൺടാക്ടറിലേക്കും നമ്മൾ റെഡ് ഫേസ് ലിങ്ക് ചെയ്തു. ഇനി വൈഫേസ് ആണ്. വൈഫേസും ഇതുപോലെ 2 കോൺടാക്ടറിലേക്കും ലിങ്ക് ചെയ്തു. ഇത് 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന കോൺടാക്ടറാണ്. സ്നൈഡർ എന്ന കമ്പനിയുടേതാണ്. നിങ്ങൾക്കിവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബ്ലൂ ഫേസ് ഇതുപോലെ തന്നെ RYB യഥാക്രമം ഇതുപോലെ ലിങ്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് എടുക്കേണ്ടത്. ഇതുപോലെ W2, U2, V2 എന്നിവ ഡെൽറ്റ കോൺടാക്ടറിൽ നിന്നും നേരിട്ട് മോട്ടറിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് തന്നെ ലൂപ്പ് എടുത്തിട്ടാണ് നമുക്ക് സ്റ്റാർ കോൺടാക്ടറിലേക്ക് പോകുന്നത്. ഇതുപോലെ RYB ഇതുപോലെ കണക്ട് ചെയ്യുക. ഇപ്പോൾ സ്റ്റാർ കോൺടാക്ടറിൻ്റെ അടിവശത്തായി ഈ ലിങ്ക് തന്നെ ഈ ഡെൽറ്റ കോൺടാക്ടറിൽ നിന്ന് തന്നെ ലിങ്ക് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞു. സ്റ്റാർ കോൺടാക്ടറിൻ്റെ മുകളിലത്തെ എൻഡ് ഇതുപോലെ ലിങ്ക് ആയിരിക്കും. ഇത് സ്റ്റാർ പോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഈ മെയിൻ കോൺടാക്ടറിൻ്റെ ഔട്ട്പുട്ട് ഈ U1, V1, W1ലേക്ക് വരേണ്ടതാണ്. ഇതുപോലെ ഈ ഓർഡറിൽ തന്നെ കണക്ട് ചെയ്യണം. U1 റെഡ് ഫേസ്, V1 വൈ ഫേസ്, ബ്ലൂ ഫേസ് W1ലും വരും. ഇതിൻ്റെ ഇൻറ്റേർണൽ വൈൻഡിങ് മറ്റും ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. സ്റ്റാർ ഡെൽറ്റ എന്താണെന്ന് മുമ്പ് വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വൈൻഡിങ്ങിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന ആ വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്ത് മനസ്സിലാക്കുക. ഈ കോൺടാക്ടർ വർക്ക് ചെയ്യുന്നതിനായി നമുക്കൊരു കൺട്രോൾ സപ്ലൈ കൂടി എടുക്കേണ്ടതുണ്ട്. അത് ഈ റെഡ് ഫേസിൽ നിന്ന് തന്നെ ഇതുപോലെ ഒരു ഫേസ് ഈ ബ്രേക്കറിലേക്ക് കൊടുക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് കൺട്രോൾ വയറിങ്ങിനായി ഉപയോഗിക്കുന്നതാണ്. ഇത്രയുമാണ് പവർ ഡയഗ്രാം. നമുക്ക് കൺട്രോൾ വയറിങ്ങിലേക്ക് പോകാം. ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഡയഗ്രാമുകളും നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഡയഗ്രാംസ് എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഏതാണെന്ന് നോക്കിയിട്ട് വേണം എനിക്ക് തിരിച്ച് റിപ്ലൈ തരാൻ. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോകളിൽ ചെന്ന് ഇതിനെപ്പറ്റി ചോദിച്ചാൽ എനിക്ക് ഇത് എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അതാത് വീഡിയോകളുടെ താഴെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി കൺട്രോൾ വയറിങ്ങിലേക്ക് പോകാം. കൺട്രോൾ വയറിങ്ങിനുള്ള MCB ആണ് നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്തത് കഴിഞ്ഞത്. ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന C10 ആണ്. ഇത് 6 ആമ്പിയറിന് താഴെ മതിയാവും. 6 ആമ്പിയറോ 5 ആമ്പിയറോ മതിയാവും. 5 ആമ്പിയർ മാക്സിമം മതിയാവും. എന്താണെന്ന് വെച്ചാൽ ഈ കോൺടാക്ടറുകൾ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു MCB ഉപയോഗിക്കുന്നത്. നമുക്ക് കൺട്രോൾ വയറിങ്ങിലേക്ക് പോകാം. കൺട്രോൾ വയറിങ്ങിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കൺട്രോൾ വയറിങ്ങിനായി നമ്മൾ മുമ്പ് കാണിച്ച അതേ ഇത് തന്നെയാണ്. കോൺടാക്ടർ, മെയിൻ കോൺടാക്ടർ, ഡെൽറ്റ കോൺടാക്ടർ, സ്റ്റാർ കോൺടാക്ടർ. മെയിൻ കോൺടാക്ടറിൽ അഡീഷണലായി ഇവിടെ ഒരു ഓവർലോഡ് റിലേ കൂടി വന്നിട്ടുണ്ട്. അതുകൂടാതെ ട്രിപ്പ് ഇൻഡിക്കേഷനാണ് ഈ കാണുന്നത്. ഇത് റൺ ഇൻഡിക്കേഷൻ, സ്റ്റോപ്പ് പുഷ് ബട്ടൺ, സ്റ്റാർട്ട് പുഷ് ബട്ടൺ എന്നിങ്ങനെയാണ് വരുന്നത്. കൺട്രോൾ വയറിങ്ങിലെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഡിവൈസുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും അറിയാവുന്നതാണ്.
നമുക്ക് കൺട്രോൾ വയറിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ന്യൂട്രൽ ആദ്യം തന്നെ എല്ലാ കോണ്ടാക്ടറിൻ്റെയും A2ലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാം 3 കോണ്ടാക്ടറിലും നമ്മൾ A2 പോയിന്റിലേക്ക് ന്യൂട്രൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇൻഡിക്കേഷൻ്റെ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. അത് ഇൻഡിക്കേഷൻ ഇതിൻ്റെ എല്ലാം കൺട്രോൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇൻഡിക്കേഷൻ കണക്ട് ചെയ്ത് കാണിക്കുന്നതാണ്. നമുക്ക് അടുത്തായി ഫേസ് ആണ് എടുക്കേണ്ടത്. ഫേസ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ ഇൻപുട്ട് ഈ MCBയിലേക്ക് കൊടുത്തു. അത് റെഡ് ഫേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം വിവരിച്ച പവർ ഡ്രോയിങ്ങിൽ ഇവിടെ RYB ആയിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ റെഡ് ഫേസിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൺട്രോൾ വയറിങ്ങിനായി സപ്ലൈ എടുക്കുന്നത്. ഇതിന് സിംഗിൾ ഫേസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. 3 ഫേസിൽ ഇത് ആദ്യമായിട്ടൊക്കെ കൺട്രോൾ വയറിംഗ് പഠിക്കുന്നവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ പവർ ഡ്രോയിങ്ങിൽ 3 ഫേസ് ആണ് ഉപയോഗിച്ചത്. എന്നാൽ ഈ കോണ്ടാക്ടറെല്ലാം കൺട്രോൾ ചെയ്യുന്നതിനായി ഒരു സിംഗിൾ ഫേസ് മതിയാവും. റെഡ് ഫേസ് വേണമെങ്കിൽ റെഡ് ഉപയോഗിക്കാം, വൈ ഫേസ് ഉപയോഗിക്കാം, ബ്ലൂ ഫേസും നമുക്ക് കൺട്രോൾ വയറിങ്ങിനായി ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഫേസ് മതിയാവുമെന്ന് മാത്രം. ഫേസ് ന്യൂട്രലും ആവശ്യമായതുകൊണ്ട് നമ്മൾ ന്യൂട്രൽ ആദ്യം കൊടുത്തു. ഇപ്പോൾ ഫേസ് കൂടി കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇതുവഴിയൊക്കെയാണ് പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. MCയുടെ ഔട്ട്പുട്ട് OLRൻ്റെ ഈ 95 എന്ന ഈ പോയിന്റിലേക്കാണ് വരുന്നത്. 95, 96 ക്ലോസ് പോയിൻ്റാണ്. OLRൻ്റെ തനിയെ ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. OLRൻ്റെ ഫംഗ്ഷനും മറ്റു കാര്യങ്ങളും ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ 95ലേക്ക് കൊടുക്കാം. ഇതുപോലെ OLRൻ്റെ 95 എന്ന ഈ പോയിന്റിലേക്ക് വന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് 96 എന്ന ഈ പോയിന്റിൽ നിന്നാണ് എടുക്കേണ്ടത്. നിങ്ങൾക്കിവിടെ കാണാം NC എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നേരെ സ്റ്റോപ്പ് പുഷ് ബട്ടണിലേക്കും സ്റ്റോപ്പ് പുഷ് ബട്ടണിൽ നിന്നും സ്റ്റാർട്ട് പുഷ് ബട്ടണിലേക്കും ലിങ്ക് ചെയ്തു. ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ പോകുന്നത് ഈ NC പോയിന്റിലേക്കാണ്. അതായത് ഡെൽറ്റ കോണ്ടാക്ടറിൻ്റെ NC പോയിന്റിലേക്കാണ്. ഇതുപോലെ NC പോയിന്റിലേക്ക് ലിങ്ക് ചെയ്തു. NC എന്താണ് NO എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ അതിനും വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്യുക. NC എന്ന് പറഞ്ഞാൽ നോർമൽ ക്ലോസ് ആണ്. ഈ 21, 22 എന്നെഴുതിയിരിക്കുന്നത് ഒരു NC പോയിൻ്റാണ്. 22ലാണ് സ്റ്റാർട്ട് പുഷ് ബട്ടൻ്റെ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്. ഈ 21ൽ നിന്നും നമ്മൾ ഈ A1ലേക്ക് ഇതുപോലെ ഒരു ലൂപ്പ് ചെയ്യുക. ഈ കണ്ടീഷനിൽ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് പുഷ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോണ്ടാക്ടർ ക്ലോസ് ആകുന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ എപ്പോൾ കൈ പിൻവലിക്കുന്നോ, ഇതിൻ്റെ പ്രസ്സിങ് എപ്പോൾ നമ്മൾ ഒഴിവാക്കുന്നോ അപ്പോൾ ഈ കോണ്ടാക്ടർ ഓഫ് ആകുന്നതുമാണ്. നമുക്ക് തുടർന്നുള്ള വയറിങ്ങിലേക്ക് പോകാം. അടുത്തതായി ഈ സ്റ്റാർട്ട് പുഷ് ബട്ടണിൽ നിന്നും ഈ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ NO പോയിന്റിലേക്ക് ഇതുപോലെ ഒരു വയർ കണക്ട് ചെയ്യണം. ഇത് നോർമൽ ഓപ്പൺ പോയിന്റ് ആണ്. നിങ്ങൾക്കിവിടെ കാണാം 13, 14 ഓപ്പൺ പോയിന്റ് ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ മെയിൻ കോണ്ടാക്ടറിൻ്റെ A1ലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഈ ടൈമിൽ നമ്മൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോണ്ടാക്ടർ ക്ലോസ് ആവുകയും ഈ NO എന്ന ഈ 13, 14 എന്ന NO ക്ലോസ് ആവും. അപ്പോൾ ഈ മെയിൻ കോണ്ടാക്ടർ കൂടി ക്ലോസ് ആകുന്നതാണ്. എന്നാൽ ഈ പുഷ് ബട്ടണിൽ നിന്നും നമ്മൾ കൈ പിൻവലിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് പുഷ് ബട്ടൺ എപ്പോൾ ഓഫ് ആക്കുന്നോ അപ്പോൾ തന്നെ ഈ 2 കോണ്ടാക്ടറും ഓപ്പൺ ആയി പോകുന്നതാണ്. ഇനി നമുക്ക് ഇത് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി ഒരു സപ്ലൈ കൂടി കൊടുക്കണം. ഈ സ്റ്റോപ്പ് പുഷ് ബട്ടൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും ഇതുപോലെ ഒരു വയർ നേരെ NO പോയിന്റിലേക്ക് കൊടുക്കണം. ഈ മെയിൻ കോണ്ടാക്ടറിൻ്റെ NO പോയിന്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ 13ഉം ഈ A1 തമ്മിൽ ഇതുപോലെ ഒരു ലിങ്ക് കൂടി കൊടുത്താൽ ഇവിടെ നിന്ന് കൈ എടുത്താലും ഇതിവിടെ ഹോൾഡായി നിൽക്കും. എന്നാൽ ഇതിൽ നിന്നും കൈ എടുത്തു കഴിഞ്ഞാൽ ഈ മെയിൻ കോണ്ടാക്ടർ മാത്രമായിരിക്കും ക്ലോസ് ആയി നിൽക്കുക. സ്റ്റാർ കോണ്ടാക്ടർ ഓപ്പൺ ആയി പോകും. എന്നാൽ ഡെൽറ്റ കോണ്ടാക്ടർ ക്ലോസ് ആവുകയുമില്ല. ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 8 to 10 സെക്കൻഡ് നമ്മൾ ഇതിൽ ഈ സ്റ്റാർട്ട് പുഷ് ബട്ടണിൽ ക്ലോസ് ചെയ്ത് പിടിക്കണം, പ്രസ് ചെയ്ത് പിടിക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ ഡെൽറ്റ മോട്ടറിൻ്റെ 80% സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 8 to 10 സെക്കൻഡ് വേണമെന്ന് പറഞ്ഞത്. സാധാരണ 3 ഫേസ് മോട്ടർ സ്റ്റാറിൽ വർക്ക് ചെയ്ത് ഏകദേശം 80% സ്പീഡാകാൻ 8 മുതൽ 10 സെക്കൻഡ് വരെ സമയമെടുക്കും. അതുകൊണ്ടാണ് ഇത് 8 സെക്കൻഡ് ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രസ് ചെയ്ത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഓൺ ഡിലേ ടൈമർ ഇല്ലാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് സ്റ്റാർട്ടാകില്ല, ഓവർലോഡ് ആകും. ഇത് ചിലപ്പോൾ ട്രിപ്പ് ആകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള സ്റ്റാർട്ടറിൽ ഇത് 8 മുതൽ 10 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടതാണ്. നമുക്ക് ബാക്കി വയറിങ്ങിലേക്ക് പോകാം. സ്റ്റാർട്ട് പുഷ് ബട്ടണിൽ നിന്നും കൈ പിൻവലിച്ചു കഴിഞ്ഞാൽ സ്റ്റാർ ഓപ്പൺ ആയി ഡെൽറ്റ ക്ലോസ് ആകണം. അതിനായി ഡെൽറ്റ കോണ്ടാക്ടറിൻ്റെ A1ലേക്ക് ഒരു ലൂപ്പ് കണക്ട് ചെയ്യേണ്ടതുണ്ട്. A1ലേക്ക് സപ്ലൈ വരുന്നത് ഈ NC ത്രൂ ആണ്. അതായത് സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ NC ത്രൂ വേണം ഇതിലേക്ക് സപ്ലൈ കൊടുക്കേണ്ടത്. അതിനായി ഈ 13, 21 എന്നിവ ലിങ്ക് ചെയ്യണം. ഇതുപോലെ ഒരു വയറിട്ട് ലിങ്ക് ചെയ്യുക. ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ 22 എന്ന പോയിന്റിൽ നിന്നും ഈ A1ലേക്ക് ഒരു ലിങ്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഈ 3 കോണ്ടാക്ടറിൻ്റെയും A1, A2 നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു.
ഇപ്പോൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് പുഷ് ബട്ടണിൽ പ്രസ് ചെയ്താൽ ഉടൻ തന്നെ ഈ സ്റ്റാർ കോൺടാക്ടറിൻ്റെ നോർമൽ ഓപ്പൺ പോയിന്റിലും ഡെൽറ്റ കോൺടാക്ടറിൻ്റെ NC പോയിന്റിലും സപ്ലൈ വന്ന് നിൽക്കും. ഇത് നോർമൽ ക്ലോസ് ആയതിനാൽ ഇവിടെ നിന്നും നേരെ ഈ A1ലേക്ക് സപ്ലൈ ലഭിക്കും. അപ്പോൾ സ്റ്റാർ കോൺടാക്ടർ ഓൺ ആവുകയും സ്റ്റാർ കോൺടാക്ടർ ക്ലോസ് ആയാൽ ഉടൻ തന്നെ ഈ പോയിന്റ് നോർമൽ ഓപ്പൺ പോയിന്റ് ക്ലോസ് ആയി ഈ കാണുന്ന മെയിൻ കോൺടാക്ടറിൻ്റെ A1ലേക്ക് സപ്ലൈ ലഭിക്കും. മെയിൻ കോൺടാക്ടർ ക്ലോസ് ആയാൽ അപ്പോൾ തന്നെ ഇവിടെ നിന്നും വരുന്ന ഈ സപ്ലൈ നോർമൽ ഓപ്പൺ പോയിന്റ് ആയതുകൊണ്ട് ഇത് ക്ലോസ് ആവും. അപ്പോൾ ഇതിലേക്ക് തിരിച്ച് ഇവിടെ A1ലേക്ക് സപ്ലൈ കിട്ടും. നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് പുഷ് ബട്ടണിൽ നിന്നും കൈ പിൻവലിക്കുന്നോ അപ്പോൾ തന്നെ സ്റ്റാർ കോൺടാക്ടർ ഓഫ് ആവുകയും ഈ കാണുന്ന നോർമൽ ക്ലോസ് വഴി ഈ സപ്ലൈ ഇവിടെ നിന്ന് തിരിച്ചു വരുന്ന സപ്ലൈ ഇത് ലിങ്ക് ആയതുകൊണ്ട് ഈ NC വഴി ഈ ഡെൽറ്റ കോൺടാക്ടറിൻ്റെ A1ലേക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഡെൽറ്റ ക്ലോസ് ആകും. അപ്പോൾ നമ്മുടെ മോട്ടോർ സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലേക്ക് മാറുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേഷൻ കൂടി കണക്ട് ചെയ്യണം. ഇൻഡിക്കേഷൻ കണക്ട് ചെയ്യാൻ വേണ്ടി ഈ റൺ ഇൻഡിക്കേഷനിലേക്ക് ന്യൂട്രൽ കണക്ട് ചെയ്യണം. ഇതുപോലെ ഫേസ് നമുക്ക് ഇവിടെ നിന്നും എടുക്കാവുന്നതാണ്. ഇതുപോലെ ഫേസും കണക്ട് ചെയ്തു. അതായത് സ്റ്റാർ കോൺടാക്ടറും മെയിൻ കോൺടാക്ടറും ഓണായാൽ ഉടൻ തന്നെ ഈ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. നമുക്ക് അടുത്തത് ട്രിപ്പ് ഇൻഡിക്കേഷൻ ആണ്. അതായത് ഈ സ്റ്റാർട്ടറിൻ്റെ ട്രിപ്പ് ഇൻഡിക്കേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ട്രിപ്പ് ഇൻഡിക്കേഷൻ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഈ MCBയിൽ നിന്ന് വരുന്ന ഈ സപ്ലൈ മെയിൻ സപ്ലൈ ഇതിലേക്ക് ലിങ്ക് ചെയ്യണം. 9798 എന്നത് നോർമൽ ഓപ്പൺ പോയിന്റ് ആണ്. ഇതിലേക്ക് ഒരു ലിങ്ക് കൊടുക്കുക. ഇവിടെ നിന്നും ഈ 95ൽ നിന്നും 97ലോ 98ലോ ഇതുപോലെ ലിങ്ക് ചെയ്യുക. ഞാനിപ്പോൾ 98ലാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ലിങ്ക് ചെയ്താലും കുഴപ്പമില്ല, ഇവിടെ ലിങ്ക് ചെയ്താലും കുഴപ്പമില്ല. ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ ഇൻഡിക്കേഷനിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ന്യൂട്രൽ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ നിന്നും ഒരു ലൂപ്പ് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ട്രിപ്പ് ഇൻഡിക്കേഷനും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. OLR എപ്പോൾ ട്രിപ്പ് ആകുന്നോ അപ്പോൾ തന്നെ ഇത് OLRൻ്റെ നോർമൽ ഓപ്പൺ ക്ലോസ് ആയി ഈ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ സമയം OLRൻ്റെ NC എന്നത് ഓപ്പൺ ആയി പോകും. പിന്നീട് നമ്മൾ ഇതിൽ പ്രസ് ചെയ്താലും ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ വയറിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വയറിംഗ് ഡയഗ്രാം ഇതാണ്. ഈ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ഇത് എങ്ങനെയാണോ വയർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഡയഗ്രാമും കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡയഗ്രാം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ PDF ലിങ്ക് ഞാൻ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നു. ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാർട്ട് പുഷ് ബട്ടണിൽ 8 മുതൽ 10 സെക്കൻഡ് വരെ, അതായത് 8 to 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഓൺ ഡിലേ ടൈമർ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പ്രസ് ചെയ്ത് പിടിക്കണമെന്ന് പറഞ്ഞത്. ഓൺ ഡിലേ ടൈമർ ഉള്ള ഒരു സ്റ്റാർട്ടർ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി 8 സെക്കൻഡ് 10 സെക്കൻഡ് ഓടിയതിനു ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ടൈം കഴിയുമ്പോൾ ഇത് സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലേക്ക് മാറുന്നതാണ്. അതുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 8 മുതൽ 10 സെക്കൻഡ് നമ്മൾ മാനുവലായി ഹോൾഡ് ചെയ്ത് നിർത്തേണ്ടതാണ്. നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രവർത്തനം നോക്കാം. ഓൺ ഡിലേ ടൈമർ ഉപയോഗിച്ചുള്ള സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ ഞാൻ മുമ്പ് ഇതുപോലെ തന്നെ വിവരിച്ചിട്ടുണ്ട്. അത് പ്രാക്ടിക്കലായി തന്നെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഐ ബട്ടണിലും ലിങ്ക് കാണാവുന്നതാണ്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ വാച്ച് ചെയ്യുക. ഇതും കൂടെ വിവരിച്ച് പറയാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന്. നിങ്ങൾക്കിവിടെ കാണാം. ഇത് മെയിൻ MCB, അതായത് കൺട്രോൾ സപ്ലൈക്കുള്ള MCB. OLRൻ്റെ NC 9596. ഇത് OLR NO എന്ന് എഴുതിയിരിക്കുന്നത് 9798 ആണ്. അവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് ഇൻഡിക്കേഷനിലേക്ക് കണക്ട് ചെയ്യുന്നത്. തുടർന്ന് സ്റ്റോപ്പ് പുഷ് ബട്ടണിലേക്ക് വരും. ഈ OLR NCയിൽ നിന്നും സ്റ്റോപ്പ് പുഷ് ബട്ടണിലേക്കും സ്റ്റോപ്പ് പുഷ് ബട്ടണിൽ നിന്നും സ്റ്റാർട്ട് പുഷ് ബട്ടൺ, അവിടെ നിന്നും സ്റ്റാർട്ട് പുഷ് ബട്ടൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും നേരെ ഡെൽറ്റ കോൺടാക്ടറിൻ്റെ NCയിലേക്കാണ് വരുന്നത്. NC ത്രൂ സ്റ്റാർ കോൺടാക്ടറിൻ്റെ കോയിലിലേക്കുമാണ് കണക്ട് ചെയ്യുക. കോയിലിൻ്റെ A2 പോയിന്റ് ന്യൂട്രലിലേക്ക്, എല്ലാ A2 പോയിന്റും ഇതുപോലെ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻഡിക്കേഷൻ്റെ ഒരു പോയിന്റ് ഇവിടെ ന്യൂട്രലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ സ്റ്റാർ കോൺടാക്ടറിൻ്റെ NO നോർമൽ ഓപ്പൺ പോയിന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് മെയിൻ കോൺടാക്ടറിൻ്റെ നോർമൽ ഓപ്പൺ പോയിന്റുമാണ്. ഇവിടെ ഡെൽറ്റയ്ക്ക് വേണ്ടി നമ്മൾ ഇൻ്റർലോക്കിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റാർ NC എന്ന് കാണിച്ചിരിക്കുന്നത്. സ്റ്റാർ കോൺടാക്ടറിൻ്റെ NC ത്രൂ ആണ് ഡെൽറ്റ കോൺടാക്ടറിൻ്റെ കോയിലിലേക്ക് സപ്ലൈ വരുന്നത്. അതായത് ഡെൽറ്റ കോയിൽ പിടിക്കണമെങ്കിൽ സ്റ്റാർ കോൺടാക്ടറിൻ്റെ NC ത്രൂ സപ്ലൈ വരണം. സ്റ്റാർ കോൺടാക്ടർ പിടിക്കണമെങ്കിൽ ഡെൽറ്റ കോൺടാക്ടറിൻ്റെ NC ത്രൂ വേണം ഇതിലേക്ക് സപ്ലൈ വരാൻ. ഇത്രയുമാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്
ബെല്ലൈക്കണിൽ ഓൾ എന്നതിൽ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നും ഞാൻ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് AKR ടെക്നിക്കൽ.